ഈ പരിക്കുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പലപ്പോഴും ആ സമയത്ത് വേദന ഉണ്ടാവില്ല. പക്ഷേ 2-3 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുന്ന സമയത്ത് പിന്നെ ഈ വേദന ഉണ്ടാവുകയും അപ്പോഴാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ എന്തുകൊണ്ടാണ് ഡോക്ടർ സംഭവിക്കുന്നത്? അത് ഓരോ ഇഞ്ചുറിയും ഇപ്പം ഞാൻ പറഞ്ഞു മുട്ടിൻ്റെ സപ്പോർട്ടീവ് സ്ട്രക്ചേഴ്സിൽ ലിഗമെൻറ്റ്സ് ഉണ്ട്. ഇപ്പം നേരത്തെ ഒരു പേഷ്യൻ്റ് പറഞ്ഞു അവർ മുട്ടിൻ്റെ ഉള്ളിൽ പാട നീക്കം ചെയ്തു, അതായത് മെനിസ്കസ് ആണ്. അത് അധികം വാഷറാണ് റിമൂവ് ചെയ്യുക. അപ്പം ഈ മെനിസ്കസിലേക്കൊന്നും അങ്ങനെ രക്തയോട്ടം ഇല്ലാത്ത ഭാഗങ്ങളാണ്. അല്ലെങ്കിൽ ACL ഒക്കെ ആണെങ്കിൽ അതിൻ്റെ മുകളിലൂടെ രക്തക്കുഴലൊക്കെ പോകുന്നതുകൊണ്ട് ACL വരുന്ന പരിക്കുകളൊക്കെ ആകുമ്പോൾ സാധാരണ വളരെ പെട്ടെന്ന് തന്നെ നീര് വരും, വീക്കം വരും. അതേസമയം ഇപ്പോൾ മെനിസ്കസിൽ വരുന്ന പരിക്കുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇന്ന് പരിക്ക് പറ്റിയാലും ചിലപ്പോൾ നാളെ ആകുമ്പോഴോ അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് പറ്റിയ ചിലപ്പോൾ രാത്രി പകലൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല, രാത്രി ആകുമ്പോഴായിരിക്കും നീര് വരിക. അപ്പം അത് ഓരോ ലിഗമെൻസിൻ്റെ ഫങ്ഷനും ഇതിനും അനുസരിച്ച് അതിൻ്റെ ഇതിലും മാറ്റം ഉണ്ടാവും. അത് എങ്ങനെ ട്രീറ്റ്മെന്റ് ഏതെങ്കിലും രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഒബ്വിയസ്ലി ബിക്കോസ് എല്ലാ ലിഗമെൻസും നമ്മൾ ഒരുപോലെ ആയിരിക്കുമല്ലോ ട്രീറ്റ് ചെയ്യുക. അപ്പം MCL മീഡിയൽ കൊളാറ്ററൽ ലിഗമെൻറ്റ് എന്നൊക്കെ പറയുന്ന ലിഗമെൻറ്റിൽ നമ്മൾ മെജോറിറ്റിയും റെസ്റ്റ്, ഫിസിയോതെറാപ്പി, എക്സസൈസ് മതി. നമുക്ക് സർജറിയിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതേസമയം ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റ് അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ മെനിസ്കസിന് വരുന്ന സംഗതികൾക്കും അധികം സർജറീസിലേക്ക് തന്നെ പോകേണ്ടി വരും. അപ്പം അത് ഏതാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ്, ഇപ്പം സർജറി വേണോ നോൺ ഓപ്പറേറ്റീവ് മതിയോ എന്ന് ഡിസൈഡ് ചെയ്യും.